അപ്പോൾ ഇന്ന് ഞാൻ പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സ്വീറ്റായിട്ട് എൻ്റെ 2 വയസ്സുള്ള മോന് വേണ്ടിയിട്ട് കുറച്ച് ഓട്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറുക്കാൻ ആവശ്യത്തിനുള്ള ഓട്സ് എടുത്തു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡേറ്റ്സ് നന്നായി കുതിർന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തൊലിയോട് കൂടി ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അത് അവരുടെ തൊണ്ടയിൽ അവർക്ക് കുടുങ്ങിയിട്ട് ചിലപ്പോൾ ഇറിറ്റേഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊലി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടാക്കുവാണെങ്കിൽ അവർ നന്നായി കഴിച്ചോളും. ഇപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്ക് ആ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഡേറ്റ്സൊക്കെ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓട്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഓട്സ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പതുക്കെ വെന്ത് വരുന്ന നേരത്ത് നമുക്ക് ഒരു നുള്ളി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല മധുരമുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് മധുരമൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഞാനിവന് ഒരു 8 മാസം ഉള്ളപ്പോൾ മുതൽ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവന് ആദ്യം പല്ലൊക്കെ വരുന്നതിന് മുന്നേ ഞാനിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷമായിരുന്നു കുറുക്കി കൊടുക്കുന്നത്. ഇപ്പോൾ അവന് അതിൻ്റെ അകത്ത് ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിലും അവൻ അങ്ങനെ തന്നെ കടിച്ച് കഴിച്ചോളും. അപ്പോൾ കുഞ്ഞു മക്കളുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ. അവരെ ഡേറ്റ്സ് കഴിപ്പിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയാണിത്. അതുപോലെ അവർക്ക് മാത്രമല്ല നമുക്കായാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.